ഹലോ ഗൈസ്, വിജയ ലോക ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ വൈകുന്നേരം വീഡിയോ എൻഡിങ് പറഞ്ഞ് പോയില്ലേ, അതിനുശേഷം ഞാൻ ഒരുപാട് ലോഡ്ജുകളൊക്കെ ഇങ്ങനെ നോക്കി. നമുക്ക് ബഡ്ജറ്റ് കുറവിൽ വല്ലതും കിട്ടുമോ അങ്ങനെയൊക്കെ നോക്കി കുറേ വന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോൾ ഹരിയാനയ്ക്ക് അടുക്ക 23 കിലോമീറ്റർ ഉള്ളൂ. പിന്നെയും കുറേ അങ്ങനെ വന്ന് കുറേ പെട്രോൾ പമ്പൊക്കെ ഇങ്ങനെ നോക്കും. ചോദിക്കണ്ടേ, നമുക്ക് റൂം എടുത്താൽ ശരിയാവില്ല, ബഡ്ജറ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് എവിടെയെങ്കിലും സൈഡാവും വേണം. ഇന്നലെ പിന്നെ തീരെ വയ്യ, ഇന്നലത്തെ കഥകളൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്ന് ലാസ്റ്റ് നോക്കിയപ്പോൾ ഹരിയാനയിലേക്ക് ഞാൻ കടന്നു. പിന്നെ നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലായത്, എനിക്ക് ഡൗട്ട് അടിച്ച് നോക്കിയപ്പോൾ ഹരിയാനയിലേക്ക് കടന്നിരിക്കുന്നു രാജസ്ഥാനിൽ നിന്ന്. അപ്പോൾ അവിടെ കാണാൻ ഒരുപാട് പമ്പുകൾ അടുത്തടുത്ത്. എത്ര പമ്പുകളാണെന്നറിയോ? ഒരു ലോഡ് പമ്പുകൾ. അവിടുത്തെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് തോന്നുന്നു, അടുപ്പിച്ച് പമ്പുകൾ. അങ്ങനെ എവിടെയെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് ഞാൻ ഒരു പമ്പിൽ വന്ന് ചോദിച്ചു. അവിടുത്തെ ഒരു മാനേജറോട് ചോദിച്ച്, ഞാൻ ടെൻ്റ് അടിക്കാൻ ചെറിയൊരു സൗകര്യം ഉണ്ടാവും നൈറ്റ് ഉറങ്ങാൻ വേണ്ടിയിട്ട് ചോദിച്ച്. അപ്പോൾ ആൾ ഉടനെ പറഞ്ഞ്, അതിനെന്താ, അതാ അപ്പുറത്ത് ഈ സൈഡിൽ സ്ഥലമുണ്ട്, അവിടുത്തെ കട്ടിലുകളുണ്ട്, ഫാനുണ്ട്, അവിടെ സുഖമായി കിടന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നമ്മൾ ചെറിയൊരു ടെൻ്റ് അടിക്കാൻ സ്ഥലം ഉദ്ദേശിച്ച് വന്ന ആൾക്ക് കട്ടിലും ഫാനൊക്കെ അടക്കം. നോക്കുമ്പോൾ ഉണ്ട് ഒരു സൈഡിലൊരു ഷെഡിൽ 5-6 കട്ടിലുകൾ നിരത്തിയിട്ടിരിക്കുകയാണ്. 5-6 കട്ടിലുകൾ ഇങ്ങനെ നിരത്തിയിട്ടിട്ടുണ്ട്, ഫാനും ഉണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ടെൻ്റ് അടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ഞാൻ വണ്ടിയൊക്കെ കവർ ചെയ്ത് സേഫാക്കി വെച്ച് അവിടെ സുഖമായി കിടന്ന് ഉറങ്ങി. അതൊരു സ്വർഗം തന്നെയായിരുന്നു അളിയാ. നമ്മൾ തീരെ പ്രതീക്ഷയില്ല അങ്ങനെ പെട്രോൾ പമ്പിൽ അങ്ങനെ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കുമെന്ന്. കാരണം ഒരുപാട് ടാങ്കർ ലോറികളും ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്ന പമ്പാണ് ഈ ഏരിയയിലൊക്കെ. അങ്ങനെയാണ്, ഒരുപാട് ടാങ്കർ ലോറി കണ്ടെയ്നർ ഒരുപാടുകളുണ്ട്. അതാണ് ഇത്രയും പമ്പുകളുമുണ്ട്, ഒരുപാട് പമ്പുകളുമുണ്ട്. അങ്ങനെ ഞാനിപ്പോൾ രാവിലെ അവിടെ നിന്ന് ഒരു 6 മണിക്ക് എണീറ്റ് ഫ്രഷായി നമ്മളെ മൊബൈൽ മറ്റേ ഗാഡ്ജറ്റുകളൊക്കെ റീചാർജ് ചെയ്ത് അവിടുന്ന് കറണ്ട് എടുത്ത് അങ്ങനെ ചാർജ് ചെയ്ത് അവിടുന്ന് ഇപ്പോൾ ഇറങ്ങി. അങ്ങനെ കേരള ടു ലഡാക്കിൻ്റെ 13ാമത്തെ ദിവസം ഹരിയാനയിൽ ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. നമ്മൾ പിന്നെ ജയ്പൂർ പോയതുകൊണ്ട് മാത്രമാണ് ഹരിയാന ടച്ച് ചെയ്ത് പഞ്ചാബിലേക്ക് പോകേണ്ടി വന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഹരിയാനയിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കമാൺ. ഇവിടെ കണ്ടില്ലേ റോഡ് സൈഡിൽ എത്ര പമ്പുകളെ വെച്ചിട്ടാ. ഇതിപ്പോൾ 3 അടുപ്പിച്ചിട്ട്, ഒന്ന് ജിയോ, ഒന്ന് HP, അപ്പുറത്ത് വേറെ അതേതാ ഭാരത് പെട്രോളിയം. 3 പമ്പ് അടുപ്പിച്ചിട്ട്. ഇതൊന്നല്ല, ഇതിനു മുമ്പ് ഇതൊക്കെ തന്നെ അപ്പുറത്തെ സൈഡിലുണ്ട് ഈ പമ്പ്. ഇത് ഹരിയാന രാജസ്ഥാൻ ബോർഡറിലാണ്, ഹരിയാനയിലാണിത്. എന്തായാലും അപ്പോൾ അതിനുള്ള ബിസിനസ് ഉണ്ടാവും. അങ്ങനെ ഇത് 1 വേ റൂട്ടാണ് തോന്നുന്നത്, അതാണ്ടാവും. ഈ ഒരു രാജസ്ഥാൻ ഹരിയാന റൂട്ട് ഇതൊറ്റ റൂട്ടിനെ ഉള്ളു തോന്നുന്നു. കുറേ പമ്പുകൾ. ഇത് അപ്പുറത്തതാ എന്താണ് നയര അങ്ങനെ ഒരു കമ്പനി ഇല്ലേ, ആ കമ്പനി അവിടെ പമ്പ്. ഇതിന് മുമ്പാണ് ഇന്നലെ നൈറ്റ് ഞാൻ നോക്കുമ്പോൾ എത്ര പമ്പാണ് അടുപ്പിച്ച് ചെയ്യുന്നത്. ഞാൻ ചിന്ത ഇത് 50 മീറ്റർ 100 മീറ്റർ അകലത്തിൽ പമ്പുകൾ. അങ്ങനെ ഓക്കെ, ഇവിടെ ഒന്നുണ്ട്. അപ്പുറത്തെ ഇന്ത്യൻ ഓയിൽ, അത് വേറെ. അപ്പുറത്തെ റോഡ് അപ്പുറത്തുണ്ട്, ഇത് വേറെ. എത്ര പമ്പുകളാ. അപ്പോൾ വെൽക്കം ടു ഹരിയാന. ഇന്നലെ നൈറ്റ് ഹരിയാനയിലേക്ക് പ്രവേശിച്ചതാണ്, എന്നാലും ഏകദേശം അതിർത്തി പ്രദേശത്ത് തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ ഇന്നലത്തെ പോലെ ഇന്നലെ നൈറ്റ് ആണെങ്കിലും എൻ്റെ ബാഗിൽ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചൊക്കെ അങ്ങനെ വിശപ്പടക്കി. ഇന്നലെ പകലാണെങ്കിലും അധികം അങ്ങനെ ഫുഡ് അങ്ങനെയൊന്നും കഴിച്ചില്ല. അപ്പോൾ ഇപ്പം നമ്മൾ മെയിനായിട്ട് ആദ്യം ഫുഡ് കഴിക്കും, പിന്നെ പെട്രോൾ ഞാനിപ്പോൾ അവിടെ നിന്ന് അടിച്ചല്ലോ. പിന്നെ നമുക്ക് ഇവിടുത്തെ ഹരിയാനയിലത്തെ എന്തൊക്കെയാണ് കാഴ്ചകൾ അതൊക്കെ നമുക്കിനി ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഇപ്പോൾ കേരള ടു ലഡാക്കിൻ്റെ 13ാമത്തെ ദിവസം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടുത്തെ വെയിലുള്ള കാലാവസ്ഥയാണ്. സമയം ഇപ്പോൾ 8 മണിയൊക്കെ ആവുന്നുള്ളൂ രാവിലെ. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ നൈറ്റും അങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി കുഴപ്പമില്ലാതെ അത് നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു ആ ഒരു പെട്രോൾ പമ്പ്. അതൊരിക്കലും മറക്കില്ല ഹരിയാനയിലേക്ക് പ്രവേശിച്ചപ്പോൾ. ഇന്നലെ പിന്നെ 300 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ടാവും. 270 ഒരു അതെ 300, ഏകദേശം 310 കിലോമീറ്ററോളം, 310 അതിൽ കൂടുതലോ കിലോമീറ്ററോളം ഇന്നലെ ഓടി.
പെട്രോൾ പിന്നെ നമ്മൾ ഡെയിലിയാണ് അടിക്കുന്നത്, 400 അല്ലെങ്കിൽ 300 അങ്ങനെയൊക്കെയാണ് അടിക്കുന്നത്. ഇപ്പോഴൊക്കെ പെട്രോളൊക്കെ കിട്ടുന്ന ഏരിയ ആണല്ലോ, അതുകൊണ്ടാണ്. നമുക്ക് കാശ്മീരിലോ ലഡാക്കിലോ ചെന്നാൽ അങ്ങനെ പറ്റില്ല, നമുക്ക് അത്യാവശ്യം പെട്രോൾ കരുതേണ്ടി വരും. ഓക്കേ, ഈ പൂവ് ഞാൻ ഇന്നലെയും റോഡ് സൈഡിൽ നിന്ന് കാണിച്ചു തന്നിരുന്നുണ്ട്. സൂര്യകാന്തി പോലെ തന്നെയാണത്, നല്ല ഒരു രസമുണ്ട് കാണാൻ. നമ്മുടെ നാട്ടിൽ സൂര്യകാന്തി ഇല്ല, അതിൻ്റെ കളി. ഇത് പിന്നെ കാട് പോലെ റോഡ് സൈഡിലൊക്കെ കുറേ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ റോഡ് സൈഡിൽ ഒരു ഒട്ടകത്തിൻ്റെ ബാക്കിലൊരു പെട്ടി വെച്ച് അതിൽ മണ്ണ് വന്ന് തട്ടുകയാണ്. ഒട്ടകമാണ് വണ്ടി. ഒട്ടകം നല്ല രസമുണ്ട്. ഒട്ടക വണ്ടി, അതും മണ്ണിലോട് വന്ന് തട്ടുകയാണ്. നമ്മുടെ ചെറിയൊരു കടകളും ഇതൊക്കെയുള്ള ഒരു ഏരിയയിലെത്തി, ടോളിൻ്റെ അവിടെ. അതായത് രാജസ്ഥാനിൽ നിന്ന് ഹരിയാനയിലേക്ക് കിടക്കും ഫസ്റ്റ് ടോള്. അതിൻ്റെ അവിടെ ആയിട്ട് ഒരു ഹോട്ടൽ കണ്ടു. ഇനിയിപ്പോൾ ഇന്നലത്തെ പോലെ നോൺ വെജ് കഴിക്കണം എന്നുള്ള കോമഡി ആയിട്ടൊന്നും നടക്കരുത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിക്കാം, ഇല്ലെങ്കിൽ ശരിയാവില്ല. ആലു പ്യാസ് പറാത്ത, അതാണ് ഇതിൻ്റെ പേര്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്, ചൂടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലെയറായിട്ട് ആലു. ഈ സൈഡിലുള്ളത് അച്ചാറാണ്. നല്ല രസമുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഉടച്ചിട്ട് ചെറിയ മസാല ആയിരിക്കും, വലിയ മസാല ഇല്ല. പിന്നെ ഞാൻ ഒരു ചായ ഓർഡർ ചെയ്ത് അങ്ങനെ അത് കഴിച്ചിട്ടാവുന്നു. അങ്ങനെ ചായ കുടി കഴിഞ്ഞു. ഇന്നാണ് ഇപ്പോൾ കുറച്ച് വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിച്ച്. ഇന്നലെ 2 കോഴിമുട്ടയും കഴിച്ചിട്ടല്ലേ രാവിലെ തുടങ്ങിയത്. എന്നിട്ട് എന്തൊക്കെയായിരുന്നു ഇന്നലെ, ആകെ വലഞ്ഞ് ഇന്നലെ. പക്ഷെ ഇന്നലെ കുറേ കിലോമീറ്റർ ഓടി, 310 കൂടുതൽ കിലോമീറ്റർ ഓടി. ഓക്കേ, അങ്ങനെ ഇവിടെ റോഡ് സൈഡിലൊക്കെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. റോഡ് സൈഡിൽ ഓളം അങ്ങനെയുള്ള കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഹരിയാനയൊക്കെ എടുക്കുമ്പോൾ. പിന്നെ ചോളുണ്ട്, പിന്നെ ചെറിയുള്ളി തോന്നുന്നു. ഇവിടെയും കൃഷി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു പയ്യൻ ബാക്കിൽ നിന്ന് റോഡിങ്ങനെ ഒട്ടിയുണ്ട്. अभी आराम से जाएगा। उधर दूसरा कौन सा जगह है? हाँ, डायरेक्ट अमृतसर जाएगा, पंजाब वहाँ से जाओगे? हाँ, വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ആ, അങ്ങനെ ഹരിയാനയിൽ നിന്ന് ഒരു പയ്യൻ, ഇങ്ങനെ ഒരുപാട് പേര് വന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് വന്ന് ചോദിക്കാൻ. ചിലതൊക്കെ വീഡിയോയിൽ പെടും. ഇവിടുന്ന് ചണ്ഡീഗഡ് 328 കിലോമീറ്റർ, ലുധിയാനയ്ക്ക് 358 കിലോമീറ്റർ. നമ്മൾ ലുധിയാന വഴിയാണ് പോണത് കേട്ടോ. ലുധിയാന 388 കിലോമീറ്റർ സ്ട്രൈറ്റ് റോഡ്. ഇപ്പോൾ ലഹരോഡ എന്ന സ്ഥലത്ത് നിന്ന് മഹേന്ദ്രഗ്രാഹ് എന്നൊരു റൂട്ടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു റൂട്ടിനാണ് നമുക്ക് പോകേണ്ടത്, മഹേന്ദ്രഗ്രാഹ് വഴി. വില്ലേജ് ഏരിയയൊക്കെയാണെന്ന് തോന്നുന്നത്. നമുക്ക് നല്ലൊരു വില്ലേജൊക്കെ റോഡ് സൈഡിൽ കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സൈഡാക്കും, അല്ലെങ്കിൽ ഉള്ളേരിയയിലേക്ക് പോവും, ജസ്റ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കാണും. ഓക്കെ,
ഞാൻ അങ്ങനെ വന്നപ്പോൾ റോഡ് സൈഡിൽ ഇതാ വലിയൊരു ശിവൻ്റെ രൂപം. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അതുള്ളത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ റോഡ് സൈഡിൽ തന്നെയാണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ സൈഡാക്കിയതാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതാ വേറെ അതിൻ്റെ ഹൈറ്റ് നോക്ക്, നല്ല ഹൈറ്റ് ഉണ്ട്. അത് റോഡ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ. അവിടെ അങ്ങനെ പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ സൈഡിൽ ബാക്കിലൊക്കെ ആയിട്ട്. അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞ ആ മഞ്ഞ പൂക്കളില്ല, അത് ഈ റോഡ് സൈഡിൽ ഫുള്ളതാണ്. നോക്ക്, ഇങ്ങനെ വഴിനീളെ അപ്പുറത്തെ സൈഡിലും ഉണ്ട്, ഈ സൈഡിലൊക്കെ കൂടുതൽ. ഈ കാണുന്നൊക്കെ മഞ്ഞപ്പൂക്കളാണ്. ഇതൊക്കെ തന്നെ ഈ ഒരു റൂട്ട്. നമ്മളവിടെ ഇപ്പോൾ ജൂലൈ നല്ല മഴയുള്ള സമയമാണ്. പക്ഷേ ഇവിടെയൊക്കെ ഏത് സമയത്താണ് മഴക്കാലം? എന്നാൽ ഈ ടൈമല്ല. ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല വെയിലും കുഴപ്പമില്ലാത്തൊരു ചൂടൊക്കെയാണ്. നമുക്ക് ഈ മഞ്ഞപ്പൂക്കൾ ഇതൊക്കെ ഇതാ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പുറത്തൊക്കെ ഞാൻ പറഞ്ഞ പോലെ കൃഷി, ചോളം അങ്ങനെയുള്ള കൃഷിയാണ് കൂടുതൽ. ചോളമാണ് കൂടുതൽ കാണുന്നത് ഇവിടെ. നമുക്ക് ഒരു കരിമ്പ് ജ്യൂസ് കുടിച്ചിട്ടാവും യാത്ര. അങ്ങനെ മഹേന്ദ്ര ഗാർഹി എന്ന സ്ഥലത്തെത്തി. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കരിമ്പ് ജ്യൂസ് കുടിച്ചത്. ഞാൻ അവരോട് ചോദിച്ചു ഇവിടെ മഴയൊന്നും പെയ്യാറില്ലേ? നമ്മൾ പറഞ്ഞു മഴയൊക്കെ കുറവാണ്, ജൂലൈയിൽ കുറച്ച് പെയ്യും അത്രേ ഉള്ളൂ എന്ന്. അപ്പോൾ വെള്ളത്തിന് എന്ത് ചെയ്യുക ചോദിച്ചപ്പോൾ വെള്ളം എന്താ ലൈനായിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു, പൈപ്പ് ലൈൻ എന്താ പറയുക, വണ്ടിയിൽ കൊണ്ടുവരുന്നു, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ 5-6 മാസമൊക്കെ അടുപ്പിച്ച് മഴയാണ് പറഞ്ഞു. അവിടെയൊക്കെ അടുപ്പിച്ച് മഴ പെയ്യും മാസങ്ങളോളം. അപ്പോൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ ഞാനിപ്പോൾ 2-3 വട്ടമായിട്ട് കാണണം. ഒരു ബൈക്കിൽ 4 ആളെയൊക്കെ ഇരുത്തിയിട്ടാണ് യാത്ര. ഞാൻ നേരത്തെ കണ്ടു, ഇപ്പോഴും ഇതാ വേറൊരു ടീം, അതും വയസ്സായിട്ടുള്ളവർ, ചെക്കന്മാരൊന്നുമല്ല, വയസ്സായിട്ടുള്ള ആൾക്കാരാണ്. 4 ആൾക്കാർ ഒരു ബൈക്കിൽ. നമ്മളവിടെയൊക്കെ ഡബിൾ വെച്ചിട്ട് 2 ആൾ ഹെൽമെറ്റ് ഇട്ടില്ലെങ്കിൽ തന്നെ അത് അടഞ്ഞു നിർത്തി ഫൈനാണ്. ഇവിടെ 4 ആൾക്കാർ, ഒരാൾ ഹെൽമെറ്റ് മാത്രം ഇട്ടിട്ടുണ്ട്. മഹേന്ദ്ര ഗാർഹി എന്നുള്ള ഒരു ടൗണാണ് ഇട്ടത്. വലിയൊരു ടൗൺ തന്നെയാണ്. ഇപ്പോൾ ഈ റൂട്ട് വന്നതിൽ ഏറ്റവും വലിയ ടൗണ്. അരിച്ചിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പോലെ തന്നെ അവർ മ്യൂസിക്കും പാട്ടൊക്കെ ആയിട്ട് പോകണം. പാട്ടില്ല, നല്ല ആളുകളുണ്ടല്ലോ. മരിച്ചതൊക്കെയാണ്. ആ മരിച്ച ബോഡിയുടെ മേലെ കണ്ടല്ലോ ബലൂണും മാലയും, ബലൂണൊക്കെ കെട്ടി തൂക്കിയുണ്ട്. ഓരോ നാട്ടിലും ഓരോ വിശ്വാസം അല്ലേ, നമ്മളിപ്പോൾ കളിയാക്കാനൊന്നും പാടില്ല. അങ്ങനെ ഞാനിത് കുറച്ച് നേരമായിട്ട് ഈ റോഡിൻ്റെ സൈഡിൽ നല്ല മരങ്ങളും ഓക്കെ നല്ല ഇരിക്കാനുള്ള സ്ഥലവും വേറെ ആൾക്കാരുടെ പ്രസൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നല്ലൊരു ഏരിയയിൽ വന്നപ്പോൾ ഞാനിവിടെ ഇരുന്നു. ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ 11:45 ഇപ്പോൾ ഏകദേശം 2 മണി ആവറായി. ഞാനൊരു ഇന്നിടാനുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തു. പിന്നെ കോപ്പി ചെയ്യാണ്ടായിരുന്നു ക്യാമറയിൽ നിന്ന്, അങ്ങനെ കോപ്പി ചെയ്തു. അങ്ങനെ അല്ലറ ചില്ലറ കലാപരിപാടികളൊക്കെ ആയിട്ട്
ഒരു 2 മണിക്കൂർ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ലൊരു വൈബാണ്. റോഡിൽ നല്ല ചൂടും ഇതൊക്കെ ആണെങ്കിലും ഇവിടെ ഇരുന്നപ്പോൾ നല്ലതാണ്. അവിടെ നിന്ന് അങ്ങോട്ടുള്ള വ്യൂ ഉണ്ടില്ലേ, അവിടെ നിന്നൊക്കെ മരങ്ങളൊക്കെ ഉണ്ട്, നല്ല കാറ്റും ഇതൊക്കെ ആയിട്ട് അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ സൈഡായിട്ട് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ഇനിയിപ്പോൾ എന്തായാലും പോകാമെന്ന് വിചാരിക്കുന്നു. വീഡിയോ അപ്ലോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 മണിയായി. ഇനി നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കണം. കാരണം ഇവിടുത്തെ വെയിലും ചൂടൊക്കെ ആയാലും ഇന്നലത്തെ പോലെ ഇങ്ങനെ ആകെ അങ്ങനെ ആവണ്ട, എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മൂവ് ആവാം. അങ്ങനെതാ ഈ ഒരു തണൽ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും നമുക്ക് പോകാം. കണ്ട വിശ്രമിച്ചിരിക്കുകയാണ് വടക്കുതിര. ഓടി ക്ഷീണിച്ചോ? നമുക്ക് ബാക്ക് ടയർ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാറ്റണം. ഞാൻ പിന്നെ കുറച്ച് ഓടിയിട്ട് മാറ്റാമെന്നുള്ള പ്ലാനിലായിരുന്നു. ഇങ്ങനൊരു യാത്രയൊക്കെ വരുമ്പോൾ ടയറൊക്കെ സെറ്റായിരിക്കണം കേട്ടോ. ഫ്രണ്ട് ടയർ പിന്നെ കുഴപ്പമില്ല, കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ മാറ്റിയിട്ട്. പക്ഷെ ബാക്ക് ടയർ ഒന്ന് നോക്കാനുണ്ട്. ഓക്കെ, സ്റ്റാർട്ട്. ഇവിടെ അങ്ങനെ വല്ലാതെ തിക്കും തിരക്കുകൾ അങ്ങനെ ജനസംഖ്യയുള്ള സ്ഥലമല്ല. മണ്ടോല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. മണ്ടോല. വലിയ തിക്കും തിരക്കുള്ള ഏരിയ ഒന്നുമല്ല. ജനസംഖ്യ അങ്ങനെ കുറഞ്ഞ ഏരിയ തന്നെയാണ്. ഇവിടെ സ്കൂളൊക്കെ വിട്ട് സ്റ്റുഡൻസൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്ത് സ്കൂളായിട്ടുണ്ടോ? അങ്ങനെ കടകളൊക്കെ അങ്ങനെ ഒരുപാട് കടകളൊന്നുമില്ല. ഇനിയിപ്പോൾ വലിയ ടൗണിലൊക്കെ ചെല്ലുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഇവിടെ റോഡ് സൈഡിൽ ഒരാളിത് അവിടെ ജെട്ടിയിട്ട് നിൽക്കണം. എന്തോ ദൈവമൊന്നുമല്ല, എന്തോ സ്മാരകമാണ്. എന്തോ വലിയ ചിലപ്പോൾ വല്ല ഗുസ്തിക്കാരനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവും. ഫയൽവാൻ. റോഡ് സൈഡിൽ തന്നെയാണ് ഈ സംഭവം. അയാളുടെ എന്തെങ്കിലും സ്മാരകമാവും. ഇത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് ഇടക്കാല ആശ്വാസത്തിന് നല്ല ഐസ്ക്രീം കഴിച്ചാലോ? ഫലൂദാന്നൊക്കെ എഴുതിയിട്ടുണ്ട്. फलूदा कितना? 50. ओके, एक दे दो. अभी का है? അങ്ങനെ ഫലൂദ കഴിക്കുന്നു. മേലെ സ്ട്രോബെറി ഐസ്ക്രീം, ട്യൂട്ടി ഫ്രൂട്ടി. 50 രൂപ. അങ്ങനെ 50 രൂപയുടെ ഫലൂദയും കഴിച്ച് ഹരിയാനയിലെ നാട്ടു റോഡിലൂടെ റോഡ് സൈഡിന് അപ്പുറത്ത് ഓരോ കൃഷികൾ, അതെല്ലാം കണ്ട് നല്ല ചൂട് നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ ഒരു യാത്ര. ഈ റോഡ് കുറേ നേരമായിട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് തന്നെയാണ് കേട്ടോ. ഒരു വളവോ തിരിവോ ഇല്ല, സ്ട്രൈറ്റ് കുറേ നേരമായിട്ട് ഇങ്ങനെ തന്നെയാണ്. ഒറ്റ റോഡാണ്, ഒരേ ഗിയറിൽ ഇങ്ങനെ പോവാം. ഉള്ളത് പറയാലോ, രാജസ്ഥാനേക്കാളും കൂടുതൽ ചൂട് ഇവിടെയാണ്. നമുക്ക് ഈ ഒരു റോഡിന് അങ്ങോട്ട് കുറച്ച് പോയി നോക്കാം. വില്ലേജ് റോഡാണോ മെയിൻ റോഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ റോഡിനെ കുറച്ച് അങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം. പക്ഷെ അങ്ങോട്ട് വീടുകളില്ലാതെ തോന്നുന്നു. നല്ലൊരു തണൽ മരം. റോഡ് സൈഡിൽ ഒരു കോമ്പൗണ്ടിൽ മൊത്തം ചെമ്മരിയാട്. എത്രണ്ണ? 100-100 ഉണ്ടാവും. കണ്ടില്ലേ?
ഇത് കുറേ നേരമായിട്ട് ഈ റൂട്ട് തന്നെയാണ്. ഇതൊരു 10 കിലോമീറ്ററോളം അങ്ങനെ ഒരു വലിയ തിരക്കില്ലാത്തൊരു ഹൈവേ ആണത്. ഇത് ഭിവാനി എന്നൊരു ടൗൺ ടച്ച് ചെയ്യാതെ റൗണ്ട് അടിച്ചിട്ടാണ് വരുന്നത്. അങ്ങനെ ടൗൺ ടച്ച് ചെയ്ത് പോകുമ്പോൾ ദൂരം കൂടുതലുള്ളതുകൊണ്ട് ഇങ്ങനെ ഭിവാനി ടൗണിൻ്റെ ഒരു ഇത് കാണിക്കുന്നത് അവിടെ, അതാണ് സിറ്റിയിലുള്ളതാണ്. ഇനി നേരെ പോയാൽ മതി, നമുക്ക് ആ സിറ്റി ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല വെയിലാണ് കേട്ടോ. സമയം വൈകുന്നേരം 4 മണിയായി. നമ്മളാ ഫലൂദ കഴിച്ചു. ഇനി ഇന്നത്തെ പോലെ ക്ഷീണിക്കണ്ട, വല്ല ഫുഡും കഴിക്കാൻ നോക്കണം. കാരണം വെയിലൊക്കെ ആകുമ്പോഴേ ക്ഷീണം കൂടും. ഒരു കാഴ്ച നോക്കി നോക്ക്, സോളാർ പാനൽ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് നിരത്തി വെച്ചിരിക്കുകയാണ്. ഇവിടെ അങ്ങനെ നമ്മളവിടുത്തെ പോലെ പുഴയോ കായലോ അങ്ങനെ വെള്ളത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാനുള്ള സാധ്യതകൾ ഇല്ലാത്തത് കൊണ്ടാവാം ഇങ്ങനെ സോളാർ. ഇത് പവർ സ്റ്റേഷൻ, മറ്റേ കറണ്ട് സ്റ്റേഷൻ കൂടി തന്നെയാണ് തോന്നുന്നത്. അതാ അവിടുന്ന് കൃഷിക്ക് ആവശ്യമുള്ള വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുകയാണ് ഈ കാണുന്നത്. അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ ആയിട്ട് എന്തോ കൃഷി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോന്നറിയില്ല, നെല്ലാണോ ഗോതമ്പാണോ, ഗോതമ്പല്ല തോന്നുന്നു. വലിയൊരു പാടാണത്, നെല്ലെന്നെ തോന്നുന്നു. അവിടെ കുറച്ച് കാണാനുണ്ട്. വെള്ളം കൃഷിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് ഭവാനി കേര എന്ന സ്ഥലം. നമ്മളിപ്പോൾ ഭവാനി കേര ബൈപ്പാസിലേക്ക് കടക്കാൻ പോവുകയാണ്. ഭവാനി കേര ബൈപ്പാസ്. ഇവിടെ എന്താ കഴിക്കാൻ കിട്ടണോ? ഇവിടെയൊക്കെ കാലിയാണ് തോന്നുന്നു. അങ്ങനെ ഞാനിവിടെ ഒരു ഹോട്ടലിൽ കയറി റൊട്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറെന്തോ ഒരു വെജിറ്റബിളൊക്കെ ഇതിനെ തോന്നണത്, എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ അത് കഴിച്ചോ നല്ലതാണെന്നൊക്കെ പറഞ്ഞ്. ഇന്ന് ചിലപ്പോൾ ഞാൻ എവിടെയെങ്കിലും സൈഡാവും, കാരണം എനിക്ക് സ്റ്റോറേജ് വീഡിയോ ഫുള്ളാവാൻ തുടങ്ങിയ സമയം അതിനായിട്ട് വേണം. ഒരു ബഡ്ജറ്റ് കുറഞ്ഞിട്ട് റൂം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. വയ്യ ഇന്നലെ കിട്ടിയ സ്വർഗ്ഗമാണ് ആ റൂമേ. അല്ല റൂമല്ല, പെട്രോൾ പമ്പിൽ ആ കട്ടിലൊക്കെ നിരത്തിയിട്ട്. ഇന്നിപ്പോൾ പെട്രോൾ പമ്പിൽ എടുക്കാനുള്ളൊരു ഈ നേരത്ത് സെറ്റാവുന്ന എന്താണെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് നോക്കി നോക്കാം. നമ്മളവിടെ നിന്ന് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കണമല്ലോ, ഇത് ഇവിടെ ഒരു ഹോട്ടലിൽ. ओ फिर उधर डालेगा ले है? बाद में उधर डालेगा। हाँ ले लो, वीडियो को दिक्कत नहीं है हमारे। कैसे की अब एक को फेंक रहा हूँ मैं, देखना देखा फूलेगी पूरी यार रोटियाँ। हाँ ऐसे इतनी सारी तारूंगा ना, सारी फूलेंगी रोटी। हाँ मक्खन है। ओके पनीर नहीं, मक्खन क्या है? बटर। हाँ ബട്ടറാണ്. അങ്ങനെ ഇതടാ എത്തി. ഇത് അയ്യോ അടിപൊളിയാണല്ലോ. ഇത് ഉരുളൻകിഴങ്ങായിട്ടുള്ളത്. ഇത് മോരോ അങ്ങനെ മിക്സ് ചെയ്തോ. ഇത് പരിപ്പ്, ഇത് സലാഡ്, ഇത് റൊട്ടി. അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ടാവാം. ആളെനിക്ക് വീണ്ടും തക്കാളിയൊക്കെ അരിഞ്ഞുകൊണ്ടെന്ന് പാവട ചങ്ങായി. ഒരു പാത്രത്തിൽ ലസ്സി. ഞാൻ ആദ്യം വേറെ എന്താണെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ നമ്മുടെ മോരും വെള്ളം അതൊരു പാത്രത്തിൽ, പിന്നെ വെള്ളം, പിന്നെ ഇതൊക്കെ. ആൾ പാവട്ട. ആൾക്കും കറക്റ്റായിട്ട് ഹിന്ദി അറിയില്ല, എനിക്കും കറക്റ്റായിട്ട് ഹിന്ദി അറിയില്ല. ആൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുക, ഞാനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുക. അങ്ങനെ ഹിന്ദി കുറച്ചൊക്കെ അറിയാം. ഇവിടെ ഇത് വലിക്കണ സാധനം ഉണ്ട് കേട്ടോ. എന്നോട് ചോദിച്ച് വലിക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞു. ഇതിലേക്കാണ് ഇതിലേക്ക് ഇവിടെ പുക വലിക്കണത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച്, ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല വെജിറ്റബിൾ ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ ഇതാ ഇവിടെ നിന്ന് പോവാൻ നോക്കുന്നു. ജായക നാം കായ നാം സന്ദീപ് ഓക്കെ. ജഗ കാ നാം ക്യാ? മുവാനിഘട. അങ്ങനത്തെ സ്ഥലത്തു നിന്നാണ് ഫുഡ് കഴിച്ചത്. ഓക്കെ അച്ഛാ ഫുഡ്. ഓക്കെ ടീക്ക്.
അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ച് വീണ്ടും NH-ലേക്ക് കയറി. റോഡ് സൈഡിൽ ഇതാ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് വെള്ളം സംഭരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പുറത്തൊക്കെ ആയിട്ട് സോളാർ പാനലൊക്കെ ഉണ്ട്. ഇവിടെ നല്ല പാടം, നല്ല വൈകുന്നേരമായി അല്ലേ, 5 മണിക്ക് ശേഷമുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഓക്കെ, മുന്നോട്ട് പോവാം. ഈ റോഡിൽ ഇപ്പോൾ ഞാൻ മാത്രം, കാരണം സംഭവം അടിപൊളി റോഡാണ്. 50 കിലോമീറ്റർ അല്ല, കുറേ കിലോമീറ്റർ ഉണ്ട് വേറെ. പക്ഷേ എനിക്ക് പോകേണ്ടത് ഒരു 50-70 കിലോമീറ്റർ ആണെങ്കിലും അത് മൊത്തം ഇങ്ങനെ റോഡ് സൈഡിലാണെങ്കിൽ കൃഷിയും കാര്യങ്ങളും ഗ്രാമവും ഒക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഈ റോഡിന് ഇപ്പോൾ ഞാൻ മാത്രം പിറകിൽ നിന്ന് വണ്ടി വരാനില്ല, ബാക്കിൽ നിന്ന് വണ്ടി വരാനില്ല. രണ്ടും ഒന്ന് തന്നെയാണല്ലോ, മുന്നിലും വണ്ടിയില്ല ബാക്കിലും വണ്ടിയില്ല. നല്ല വൈബ് ഇങ്ങനെ പോവാം. ഇപ്പോൾ വെയിലൊക്കെ കുറഞ്ഞിട്ടാ, ചൂടിന് സമാധാനമുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത പരിപാടി എന്താ നോക്കാം. അങ്ങനെ മക്കളെ ഒരു 10-40 കിലോമീറ്ററോളം, 40 കിലോമീറ്റർ കൂടുതൽ ഞാൻ ഓടി ഒരു ഹിസാർ എന്നൊരു സ്ഥലത്തെത്തി. അതൊരു മെയിൻ സിറ്റിയാണ്, വലിയൊരു സിറ്റി തന്നെയാണ് ഹിസാർ എന്നുള്ളൊരു സ്ഥലം. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു വയ്യ, ഇന്ന് വെയിലും ചൂടും പിന്നെ അടുപ്പിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ക്ഷീണമൊക്കെ കൂടുതൽ കൊണ്ടും പിന്നെ ആകെ ഒരു പരവേശമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും റൂം എടുക്കുക. പെട്രോൾ പമ്പിൽ കിടന്നാൽ പിന്നെ കുളിക്കാനൊക്കെ പോലൊക്കെ പിന്നെ റിസ്ക് ആവും. പിന്നെ ഒരു ജോഡി അലക്കാനുണ്ട്, നമുക്ക് അത് നോക്കണ്ടേ, വെറും ബൈക്ക് ഓടിക്കൽ മാത്രം നോക്കിയാൽ പോരല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് പിന്നെ വയ്യ, എവിടെയെങ്കിലും ഒന്ന് സൈഡായാൽ മതി എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ ടൗണിൽ ഒന്ന് ചുറ്റിക്കറങ്ങി ഒരു ലോഡ്ജ് കിട്ടി. 800 രൂപയാണ് ഈ റൂമിന് വാടക. കുഴപ്പമൊന്നുമില്ല, വലിയൊരു റൂമാണ്. ഓക്കെ, എല്ലാ സാധനങ്ങളും ഇവിടെ വാരി വെച്ചിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ യാത്ര ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ യാത്ര ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഹരിയാനയിലെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കാഴ്ചകളൊക്കെ കണ്ട് ഇനി ബാക്കി നാളത്തെ കേരള ടു ലഡാക്ക് യാത്ര എന്തായിരിക്കും, എന്തൊക്കെ കാഴ്ചകളായിരിക്കും എന്നൊക്കെ നമുക്ക് നാളെ അറിയാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.